Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewellery's Jewel House, Jewel Junction, Payyannur. Arabian Jewelers, Payyannur and Trikkaripur. Kalarakals Gold Park, Payyannur. White House, National Highway, Chirvattur and Chullikara. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. 2 പതിറ്റാണ്ടുകൾ പിന്നിട്ട മേരി മാത ഇംഗ്ലീഷ് സ്കൂൾ പിലാത്തറ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ് ജനതാ പാൽ, ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രിയങ്ക ഗാന്ധിക്കും പ്രമുഖ നേതാക്കൾക്കുമൊപ്പമെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. പുതിയങ്ങാടി ഫിഷറീസ് ആശുപത്രിക്ക് സമീപത്തെ പഴയ കെട്ടിടം ആശുപത്രിയിലെത്തുന്നവർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. കെട്ടിടം പൊളിച്ചുമാറ്റണം എന്ന ആവശ്യം ശക്തം. കേരളത്തിലെ ഇടതുപക്ഷം അഹങ്കാരികളുടെയും അക്രമികളുടെയും പാർട്ടിയായി മാറി എന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോൺ. ഇടതുപക്ഷത്തിന് ഇക്കുറി ജനം കനത്ത തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം. വേനൽ ചൂടിൽ വെന്തുരുകി നാട്. കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടി ജനങ്ങൾ. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാതെ അധികൃതരും. നെറ്റ്വർക്ക് വാർത്താ പരമ്പര തുടരുന്നു. കുടിനീര് തേടി. കൈതപ്രത്തിന്റെ നാട്ടുവഴികൾ പിറവിയെടുത്ത ഗാനങ്ങൾക്ക് 40 വയസ്സ്. സംഗീതരംഗത്ത് 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കുള്ള ജന്മനാടിന്റെ ആദരം വെള്ളിയാഴ്ച. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാണാം ലോക്സഭാ ഇലക്ഷൻ പ്രത്യേക പങ്ക്തി. സിറ്റി ബാക്ക് ദി ഗ്രേറ്റ് ഇന്ത്യൻ വാർ. കുറഞ്ഞ വിലയിൽ കൂടുതൽ സംതൃപ്തി. സിറ്റി ബാഗ് നവീകരിച്ച പയ്യന്നൂർ സിറ്റി ബാഗിൽ സ്കൂൾ ബാഗ്, കോളേജ് ബാഗ്, ബാക്ക് പാക്ക്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, കുടകൾ മുതലായവയും ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്കൂൾ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് സിറ്റി ബാഗ് നൽകുന്ന സമ്മാനങ്ങളും. സിറ്റി ബാഗിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സിറ്റി ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ് നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രിയങ്ക ഗാന്ധിക്കും പ്രമുഖ നേതാക്കൾക്കുമൊപ്പമെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. തുടർന്ന് റോഡ് ഷോയും നടന്നു. വയനാട്ടുകാർ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു ജനക്കൂട്ടത്തെ. ജനസാഗരം രാഹുൽ എന്ന ഒറ്റവിളിയിൽ മാത്രം ഒതുങ്ങിയപ്പോൾ വയനാട് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിന്നുപോയി. നീണ്ട കാത്തിരിപ്പിന്റെ മണിക്കൂറുകൾ പിന്നിട്ട് രാവിലെ 11 മണിയോടെ കൽപ്പറ്റ SKJM ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ രാഹുലും പ്രിയങ്കയും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയതോടെ ആവേശം അതിന്റെ 100 ഇരട്ടിയുമായി. പത്രികാ സമർപ്പണത്തിനായി പ്രത്യേക സുരക്ഷാ വാഹനത്തിൽ ജില്ലാ കളക്ടറേറ്റിലേക്ക്. വരണാധികാരി കൂടിയായ കളക്ടർ SR അജയകുമാറിന്റെ മുൻപാകെ 4 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. വയനാട്, മലപ്പുറം DCC പ്രസിഡന്റുമാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രാഹുലിനൊപ്പമുണ്ടായിരുന്നു. കാത്തുനിന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിയോടെ കൂടെ പോയെങ്കിലും കളക്ടറേറ്റ് കവാടത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു. സൂചികുത്താൻ പോലും ഇടമില്ലാതായി പോയ കൽപ്പറ്റ നഗരത്തിലൂടെ ജനസാഗരത്തെ ഭേദിച്ച് എങ്ങനെ റോഡ് ഷോ നടത്തുമെന്നതായിരുന്നു അധികൃതർക്ക് മുന്നിലെ അടുത്ത വെല്ലുവിളി. പക്ഷേ പഴയ സ്റ്റാൻഡ് പരിസരം മുതൽ കളക്ടറേറ്റ് വരെ തമ്പടിച്ചു നിന്ന ജനങ്ങളെ നിരാശരാക്കാൻ രാഹുലും പ്രിയങ്കയും തയ്യാറായില്ല. ഉച്ചയ്ക്ക് 12:30 പഴയ സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. തുറന്ന വാഹനത്തിൽ കനത്ത സുരക്ഷയിൽ രാഹുലും പ്രിയങ്കയും പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് മുന്നോട്ട് നീങ്ങിയപ്പോൾ ജനങ്ങളുടെ ആവേശത്തെ നിയന്ത്രിച്ചു നിർത്താൻ ചെറുതായൊന്നുമല്ല സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പണിപ്പെടേണ്ടി വന്നത്. AICC നേതാക്കളായ KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും രാഹുലിനും പ്രിയങ്കയ്ക്കും അകമ്പടിയായി. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. കാസർഗോഡ് നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടരുന്നു. വ്യാഴാഴ്ച തൃക്കരിപ്പൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. വിജയശ്രീലാളിതനായ വിധത്തിലുള്ള വമ്പിച്ച സ്വീകരണങ്ങളാണ് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് ഓരോ കേന്ദ്രങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
ബാൻഡ് വാദ്യവും മുത്തുക്കടകളുമായാണ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സ്വീകരണ വേദിയിലേക്ക് ആനയിക്കുന്നത്. റിക്കാർഡ് ഭൂരിപക്ഷം എന്ന ലക്ഷ്യമിട്ടാണ് പ്രവർത്തകർ അരയും തലയും മുറുക്കി രംഗത്തുള്ളത്. തൃക്കരിപ്പൂർ എടാട്ടുമലയിലെ സ്വീകരണ സ്ഥലത്തേക്ക് സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനെ സ്വീകരിച്ച് ആനയിച്ചത്. സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ച് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ സംസാരിച്ചു. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ നമ്മുടെ നാടുകളുടെ ഏറ്റവും മഹാന്മാരായ നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ച പാടുകൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. അത് പൂർണ്ണമായി പാലിക്കാൻ ഞാൻ തയ്യാറാകുന്നു. ഇത് രണ്ടാമത്തെ ദിവസം നിയമസഭയായാലും പാർലമെന്റായാലും നിയമനിർമ്മാണമുണ്ട്. BJP ശക്തി കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച പാളത്തൊപ്പി തലയിലിട്ട് പാളത്തൊപ്പി ധരിച്ച് പാർലമെന്റിൽ കർഷകരുടെ പ്രശ്നം അവതരിപ്പിക്കുമെന്നും സ്ഥാനാർത്ഥി ജനങ്ങളോടായി പറഞ്ഞു. എ മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. M രാജഗോപാലൻ MLA, E കുഞ്ഞിരാമൻ, PC സുബൈദ, NP ദാമോദരൻ, NJ ജോയ്, E നാരായണൻ, ദാമോദരൻ പെരിയ തുടങ്ങിയവർ സംബന്ധിച്ചു. യഥാർത്ഥ ശത്രുവിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് രാഹുലിന്റെ വയനാട്ടിലേക്കുള്ള വരവെന്നും കോൺഗ്രസിന് ക്രെഡിബിലിറ്റി ഇല്ല എന്ന് ഇടതുപക്ഷം പറയുന്നത് ശരിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെന്നും സതീഷ് ചന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. വയനാട് വന്ന് മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥ ശത്രുവിനോട് ഒളിച്ചോട്ടാണ്. അതാണ് പ്രശ്നം. രാഹുൽ BJPക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിന് വിശ്വാസ്യതയില്ല എന്ന LDFന്റെ അഭിപ്രായം കൂടുതൽ ശക്തിപ്പെടുത്താൻ മാത്രമാണ് രാഹുലിൻ്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കുക. കോൺഗ്രസിന് ക്രെഡിബിലിറ്റി ഇല്ലാന്ന് ഇടതുപക്ഷം പറയുന്നത് ശരിയാണെന്ന് ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കും. തുടർന്ന് തങ്കയം ആശുപത്രി പരിസരത്തൊരുക്കിയ സ്വീകരണ വേദിയിലേക്ക് ബാൻഡ് വാദ്യ സമേതം സ്വീകരിച്ചു. വിജയിച്ചാൽ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകിയാണ് സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ച് സംസാരിച്ചത്. ഇ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് ശകുന്തള, MV സുകുമാരൻ, മുകേഷ്, ഇ ചന്ദ്രൻ, കാറമേൽ ദാമു, VK ചന്ദ്രൻ, PP രമേശൻ, TV വിനോദ്, TV കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരളത്തിലെ ഇടതുപക്ഷം അഹങ്കാരികളുടെയും അക്രമികളുടെയും പാർട്ടിയായി മാറിയെന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോൺ. ഇടതുപക്ഷത്തിന് ഇക്കുറി ജനം കനത്ത തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. UDF കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം കണ്ണപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങളുടെ പാർട്ടി കാണിക്കുന്ന അഹങ്കാരങ്ങൾ, അക്രമങ്ങളുടെ ഭാഗമായി നിങ്ങളിപ്പോ നിങ്ങളുടെ ശക്തി കേന്ദ്രമായ കണ്ണപുരത്തും കയ്യാശ്ശേരിയിലും കണ്ണൂരിലും കാസർഗോഡ് മണ്ഡലത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അഹങ്കാരവും അക്രമവും മുഖമുദ്രയാക്കിയ പാർട്ടിയാണ് ഇപ്പോൾ CPM എന്നും ഈ തിരഞ്ഞെടുപ്പോടുകൂടി അരിവാളും ചുറ്റികയും നക്ഷത്രവും CPMന് നഷ്ടമാകുമെന്നും നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കുകയെന്നതാണ് UDFന്റെ ലക്ഷ്യമെന്നും CP ജോൺ പറഞ്ഞു. MP ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, കാപ്പാട് ശശിധരൻ, CA അജീർ, അജിത് മാട്ടൂൽ, PL ബേബി, രാജേഷ് പാലങ്ങാട്, CP റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവ് BJPക്ക് ഒരു വിഷയമേ അല്ലെന്ന് NDA കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി രവീശ തന്ത്രിക്കുണ്ടാർ. തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ തങ്കയം ആശുപത്രിയിൽ വോട്ട് തേടിയെത്തിയതായിരുന്നു സ്ഥാനാർത്ഥി. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് BJP സ്ഥാനാർത്ഥി തങ്കയം താലൂക്ക് ആശുപത്രിയിലെത്തി ജീവനക്കാരെയും രോഗികളെയും ബന്ധുക്കളെയും കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് ഒരു വിഷയമേ ആവുന്നില്ലെന്നും നരേന്ദ്രമോദിയെ പേടിച്ചാണ് കേരളത്തിലെത്തിയതെന്നും ഇവിടെ BJPയും LDFും തമ്മിലാണ് മത്സരമെന്നും UDF 3ാം സ്ഥാനക്കാരായി മാറിയ നിലയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നത് അതൊരു വിഷയമേ ആവുന്നില്ല. എന്തിനെ കൊണ്ടെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിജിയെ പേടിച്ച് ഭാരതത്തിൽ നരേന്ദ്രമോദിജി ഇഫക്റ്റ് ഇല്ലാത്തൊരു പ്രദേശം ഏതെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളെ വയനാട്ടിൽ വരുമ്പോഴും കൂടി അത് അത്രയൊരു വലിയ വിഷയമായിട്ട് ഇപ്പോഴും കൂടി മാറാത്തതിനെ കൊണ്ട് ഞങ്ങൾക്ക് രാഹുൽ വന്നതൊരു വിഷയമേ അല്ല. ഞങ്ങളെ പ്രചരണം ദിവസം പോയ പോലെ നല്ല ശക്തിയോടുകൂടി മുമ്പോട്ട് പോകുന്നു. ആശുപത്രിയിലെ പര്യടനത്തിന് ശേഷം തങ്കയത്തെ തെരുവോരങ്ങളിലും കടകളിലും പാർട്ടി പ്രവർത്തകരോടൊപ്പം വോട്ട് അഭ്യർത്ഥനയുമായി നടന്നു നീങ്ങി. BJP മണ്ഡലം പ്രസിഡന്റ് M ഭാസ്കരൻ, U രാജൻ, AK ചന്ദ്രൻ, AV സുധാകരൻ, T കുഞ്ഞിരാമൻ, TV ഷിബിൻ, K ശശിധരൻ, A രാജീവൻ, K രാജൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഭാഗമായി റാലി നടത്തി.
പുളിങ്ങോം ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. BJPയാണ് ഇനി തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലെന്ന സൂചന നൽകുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലെന്ന് പറയുന്നവർക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അധികാരത്തിലെത്തുക എന്നത് മാത്രമല്ല, ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലുള്ള തിരിച്ചടി നൽകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവരെ പരാജയപ്പെടുന്നതാണ്. ഇനി തെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് പറയുന്നവരെ പിന്നെ നമ്മൾ തെരഞ്ഞെടുക്കണം. CBM തോമസ് അധ്യക്ഷനായി. C സത്യപാലൻ, KV ഗോവിന്ദൻ, KV ബാബു, ATV ദാമോദരൻ, KR ചന്ദ്രകാന്ത്, KD അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. വാഴക്കുണ്ടം കേന്ദ്രീകരിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് ആളുകളാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ഇടതുപക്ഷ സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബാലസംഘം പയ്യന്നൂർ മണ്ഡലം കലാട്രൂപ്പ് പ്രചരണത്തിനൊരുങ്ങുന്നു. കലാട്രൂപ്പിന്റെ പരിശീലനം കൊക്കാനിശ്ശേരി AKG മന്ദിരത്തിൽ നടന്നു. കാസർഗോഡ് മണ്ഡലത്തിലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ വിജയത്തിനായാണ് ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രചരണം നടത്തുന്നത്. ബാലസംഘം പയ്യന്നൂർ മണ്ഡലം തല കലാട്രൂപ്പിന്റെ പരിശീലനം കൊക്കാനിശ്ശേരി AKG മന്ദിരത്തിൽ നടന്നുവരുന്നു. ഈ നാടെങ്ങോട്ടാ? ഈ നാടെങ്ങോട്ടാ? ഈ നാടെങ്ങോട്ടാ? ഈ നാടെങ്ങോട്ടാ? ഈ നാടെങ്ങോട്ടാ? ഈ നാടെങ്ങോട്ടാ? മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കലാട്രൂപ്പിന്റെ പരിശീലനത്തിന് വ്യാഴാഴ്ച വൈകിട്ടോടെ സമാപനമാകും. അധികാരം ഉപേക്ഷിച്ച് അത് കയറിയ മഹാത്യാഗിയാണ് ഇന്ന രാമൻ. നാടെങ്ങോട്ട്, ഇരുൾവീണ വഴികൾ എന്നീ സംഗീത ശില്പങ്ങളും വരും ഞങ്ങളുടെ സ്നേഹസുന്ദര ലോകം നാടകവും ആക്ഷേപഹാസ്യവും അടങ്ങുന്നതാണ് 1 മണിക്കൂർ നീളുന്ന പരിപാടി. NG അനീഷ്, TP കീർത്തന, P അമ്പിളി എന്നിവരുടെ ശിക്ഷണത്തിൽ 16 പേരാണ് സംഘത്തിലുള്ളത്. P ജിഷ്ണു ജാഥ ലീഡറും ജോഗിൽ കുമാർ മാനേജറുമാണ്. P അഖിൽ, PS ജിഷ്ണു, ഷിജിൽ ഭാസ്കർ, അശ്വിൻ അശോക് എന്നിവരാണ് പിന്നണിയിൽ. പയ്യന്നൂർ മൂരിക്കോവൽ മുത്തപ്പൻ ക്ഷേത്ര പരിസരത്ത് വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് LDF തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന്റെ ഭാഗമായി ആദ്യാവതരണം നടക്കും. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 7 രാവിലെ 10 മണിക്ക് രാമന്തളിയിലും വൈകിട്ട് 4 മണിക്ക് കരിവെള്ളൂരിലും 6 മണിക്ക് മാതമംഗലത്തും ഏപ്രിൽ 8 രാവിലെ 10 മണിക്ക് കാങ്കോലും വൈകിട്ട് 4 മണിക്ക് പെരിങ്ങോത്തും 6 മണിക്ക് ചെറുപുഴയിലും പരിപാടി അവതരിപ്പിക്കും. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ പരിസ്ഥിതി സൗഹൃദ തെരഞ്ഞെടുപ്പ് എന്ന സന്ദേശം പകരാൻ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും പയ്യന്നൂർ താലൂക്കും ചേർന്ന് വ്യാഴാഴ്ച ഹരിത വിളംബര റാലി നടത്തി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി നഗരസഭാ പരിസരത്ത് സമാപിച്ചു.
ഹരിത തെരഞ്ഞെടുപ്പ് ലോഗോ പതിച്ച ജേഴ്സി അണിഞ്ഞ് NSS വിദ്യാർത്ഥികൾ, വളണ്ടിയർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ശുചിത്വ മിഷൻ ജീവനക്കാർ, പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ഹെൽത്ത് വിഭാഗം ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർ റാലിയിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച ഹരിത റാലി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ CG ഹരികുമാറും ശുചിത്വ മിഷൻ കോർഡിനേറ്റർ അഭിജിത്തും ചേർന്ന് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. ഹരിത പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് പോളിംഗ് ബൂത്തുകളിലടക്കം പ്ലാസ്റ്റിക് വെള്ളക്കുപ്പി, ബോൾ പെൻ തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കും. കുടിവെള്ള കിയോസ്കുകൾ, തുണി ബാനർ, പേപ്പർ പേന, പെൻസിൽ, പേപ്പർ ID കാർഡുകൾ തുടങ്ങിയ പ്രകൃതി സൗഹൃദ മാർഗങ്ങൾ സ്വീകരിക്കാനാണ് തീരുമാനം. പൊതുജന പങ്കാളിത്തത്തോടെ ഹരിത തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടപ്പിലാക്കാനാണ് തീരുമാനം. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലാണ് കർമ്മപദ്ധതി തയ്യാറാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ച റാലി നഗരസഭാ പരിസരത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU കലാവിഭാഗമായ ചെയുടെ നേതൃത്വത്തിലുള്ള കലാജാഥ പര്യടനം ആരംഭിച്ചു. പയ്യന്നൂർ ഷെണായി സ്ക്വയറിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾ തുറന്നുകാട്ടുക, ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ നടപ്പാക്കുന്ന ഭരണനേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചാണ് സഹകരണ ജീവനക്കാരുടെ കലാജാഥ പര്യടനം നടത്തുന്നത്. പയ്യന്നൂർ ഷെണായി സ്ക്വയറിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ കലാജാഥ ഉദ്ഘാടനം ചെയ്തു. ശക്തമായിട്ടുള്ള സമര മുഖമായി കലാപ്രവർത്തനത്തെ മാറ്റിയെടുത്തിട്ടുള്ളത് KPSCയുടെ പങ്ക് നിർണായകമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കാലികമായിട്ട് പോലും KPSC ഉൾപ്പെടെയുള്ള നാടക സംഘങ്ങൾ ആ ഉത്തരവാദിത്വം നിർവഹിച്ചു വരികയാണ്. സംഘാടക സമിതി ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. KCEU ജില്ലാ സെക്രട്ടറി C സുരേശൻ, പ്രസിഡന്റ് SD ജയ്സൺ, ട്രഷറർ KV സുധാകരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം P ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ E രാജൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് എലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വീണവായന, ഒരു ഇന്ത്യൻ കൊളാഷ് അവതരിപ്പിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റി കുടുംബസംഗമം ഷെണായി സ്ക്വയറിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ സ്പെഷ്യൽ പോലീസിന് ആ സന്ദർഭത്തിൽ ഈ പുഴ കടന്ന് മുനയംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ യഥാർത്ഥത്തിൽ അവകാശമില്ല. അവകാശമില്ലാത്ത സ്ഥലത്ത് പോയിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള വിപ്ലവകാരികളെ അന്ന് MSPക്കാർ വെടിവെച്ച് കൊന്നത്. ആ മുനയംകുന്ന് നിൽക്കുന്ന സ്ഥലം അന്ന് കേരളത്തിൻ്റെ ഭാഗമല്ല, യഥാർത്ഥത്തിൽ അന്നത് മംഗലാപുരത്തിൻ്റെ ഭാഗമാണ്. ചടങ്ങിൽ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷനായി. UV രാമചന്ദ്രൻ, PV പത്മനാഭൻ, KV ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. LDF സ്ഥാനാർത്ഥി KP സതീഷ്ചന്ദ്രനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുവാനും കുടുംബസംഗമം ആവശ്യപ്പെട്ടു. തൊഴിലാളികളുടെ ഗാനമേളയും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സഹജലം തരുമോ കുറഞ്ഞ വിലയിൽ കൂടുതൽ സംതൃപ്തി. സിറ്റി ബാഗ് നവീകരിച്ച പയ്യന്നൂർ സിറ്റി ബാഗിൽ സ്കൂൾ ബാഗ്, കോളേജ് ബാഗ്, ബാക്ക് പാക്ക്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, കുടകൾ മുതലായവയും ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്കൂൾ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് സിറ്റി ബാഗ് നൽകുന്ന സമ്മാനങ്ങളും. സിറ്റി ബാഗിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സിറ്റി ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ് നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. വേനൽ ചൂട് കടുക്കുമ്പോൾ മലയോരത്ത് കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. എന്നാൽ ചീമേനി പോത്താംകണ്ടം അത്തൂട്ടിയിലെ വർഷങ്ങൾ പഴക്കമുള്ള നീരുറവ ഇന്നും ജലസമൃദ്ധമാണ്. ഐതിഹ്യവും മിത്തും ഇഴചേർന്ന ഇതുപോലുള്ള ജലാശയത്തെ സംരക്ഷിക്കണമെന്നാണ് ഇവിടത്തുകാർ ആവശ്യപ്പെടുന്നത്. കാണാം നെറ്റ്വർക്ക് പരമ്പര കുടിനീര് തേടി. കടുത്ത വരൾച്ചയിലേക്ക് മലയോര ഗ്രാമം നീങ്ങുന്നതോടെ കുടിനീര് തേടി അലയുകയാണ് മലയോരവാസികൾ. ജലസ്രോതസ്സുകൾ എല്ലാം തന്നെ പൂർണ്ണമായും വറ്റിവരേണ്ടതിന് പിന്നാലെ
ജലവിതരണത്തിനായി മുടക്കിയ ലക്ഷങ്ങളുടെ പദ്ധതികളും ഇന്ന് അനാഥമായി. മീനച്ചൂടിൽ വാനത്തുനിന്നും തീക്കനല് പോലെ ദേഹം പൊള്ളുമ്പോൾ ചുട്ടുപഴുക്കുന്ന പാറയുടെ മാറിൽ ഇന്നും ചില കുടിനീരരുവികളുണ്ട്. അവയിലൊന്നാണ് ചീമേനി പോത്താങ്കണ്ടം അത്തൂട്ടിയിലെ ഈ നീരുറവ. ചരിത്രങ്ങൾക്കും പുരാണങ്ങൾക്കും ചിലപ്പോൾ നമ്മുടെ പ്രപഞ്ചസ്വത്തിനെ സംരക്ഷിക്കാനായേക്കാം. ഇത്തരത്തിൽ ദൈവിക ചൈതന്യത്തെ ഈ നീരുറവയുടെ സംരക്ഷകരായി ഒരു കാലഘട്ടം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏക്കർ കണക്കിന് വരുന്ന പാറയുടെ നടുവിൽ ഒരു ചെമ്പകം. ചെമ്പകത്തിന്റെ ശാഖകളെല്ലാം കൊടുംവേലിൽ വാടിത്തളർന്നുവെങ്കിലും വസന്തകാലത്തിൽ പ്രകൃതിയുടെ സൗന്ദര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി ഇതും പുഷ്പിണിയാണ്. പാറയുടെ മാറിലെ ഉണങ്ങിയ ചെമ്പകപ്പൂക്കൾക്കും ഒരു ദൈവിക ചൈതന്യമുണ്ട്. പടിഞ്ഞാറ് പുത്തൂരിൽ നിന്നും കിഴക്ക് അരിയെറിഞ്ഞ പാറയിലേക്ക് പാറമലമ്മയ്ക്ക് ഒരു പോക്കുവരവുണ്ട്. ഇതിനിടയിൽ ഭക്ഷണം പാകം ചെയ്യാനായി ഇവിടെ അടുപ്പുകൂട്ടുകയും ചെയ്തിരുന്നുവെന്നാണ് ഐതിഹ്യം. അടുപ്പുകൂട്ടിയ ഈ കല്ലിനെ ഇവിടുത്തുകാർ ഇന്നും ആ ചൈതന്യത്തോടെ തന്നെ പരിപാലിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ ഭക്ഷണം പാകം ചെയ്യാനായി അടുപ്പ് കൂട്ടിയപ്പോഴാണ് ഇവിടെ വെള്ളമില്ലെന്ന് ദേവി അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഉടനടി ദേവി പാറ ചവിട്ടിപ്പൊട്ടിച്ച് ഈ നീരുറവ ഉണ്ടാക്കിയെന്നുമാണ് ഐതിഹ്യം പകരുന്ന അറിവെന്ന് അത്തൂട്ടിയിലെ പഴമക്കാരൻ അമ്പാടിയേട്ടൻ നിറഞ്ഞ കണ്ണുകളോടെ പറയുന്നു. ഈ പാറേന്റെ മുകളിൽ വെള്ളമുണ്ടല്ലോ, അതിന്റെ ഐതിഹ്യം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടതാണ്. ഐതിഹ്യം മുമ്പില്ല, കാരണന്മാരുടെ കാലത്തേ ഇല്ല ഐതിഹ്യം. അത് പാറമ്മലമ്മയുടെ അടുത്തേക്ക് വന്നില്ലേ, അടുത്തേക്ക് വന്നു. അപ്പം പാറമ്മലമ്മയുടെ അങ്ങാടേൻ്റെ വീണ് കിടന്ന സ്ഥലം അവിടെ ഒടിയും മുടിയും എല്ലാം ഉണ്ട്. അത് ആരും കണ്ടില്ലല്ലോ, അത് അവർ കാണുന്നതാണ്. അവർ കാണിച്ചതാണ് അയാൾ, എന്നെ കാണിച്ച് ഇതാ ഇന്ന പോലെ ഇവിടെയാണ് ഉണ്ട് കിടന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞു. ഇവിടുന്ന് കഞ്ഞി വെച്ചതും കുടിച്ചതും ഒപ്പരവിൽ ദേവന്മാരെല്ലാം. ഇവിടെ പാറക്ക് വെള്ളമില്ലാതുകൊണ്ട് വന്ന് ചവിട്ടിയിട്ട് വെള്ളമാക്കിയാണ്. അങ്ങനെ അടുപ്പ് അവിടെ ആക്കിയത്. അപ്പോൾ അങ്ങനെ വെള്ളമാക്കിയിട്ട് കഞ്ഞിയും ചോറുകളും വെച്ചിട്ടാണ് ഇവിടുന്ന് കുടിച്ചിട്ടാണ് പാറമ്മ കേക്കോട്ട് പോയത്. കേക്ക് പോയിട്ട് അവിടെ അരിയിടുന്ന സ്ഥലം എല്ലാം അരിയിടുന്ന സ്ഥലത്ത് ഞാൻ ഇപ്പോൾ പോകുന്നുണ്ട്. ആ എത്തിക്കില്ല സ്ഥലത്തേക്ക് അരിയുന്ന. ഈ അരിയിടുന്ന സ്ഥലം എവിടെയാണ്? അപ്പുറം കിഴക്കോ അരിയിടുന്ന പാറ. ആ അരിയിട്ടിട്ട് മടങ്ങും. ഇവിടെ വന്നിട്ട് ഇല്ലെന്ന് പോലെ എന്നിട്ട് ഇവിടെ അതെല്ലാം താത്ത് വെച്ചിട്ട് പോരാണ്. തോല് കൊത്തുന്നതിനും പ്ലാന്റേഷനിലെ പണികൾക്കായും ഇവിടെയെത്തുന്ന ഇവർ ഈ വെള്ളമാണ് ഉപയോഗിച്ചു വരുന്നത്. വെള്ളത്തിന്റെ അരികിൽ തന്നെ വെള്ളം കോരിക്കുടിക്കുന്നതിനായി ചിരട്ടയും വെച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലവും ഇവർക്ക് ഈ കുടിനീരിനെ ദൈവിക ചൈതന്യത്തോടെ തന്നെ പരിപാലിക്കുവാനാണ് ആഗ്രഹം. ഇല്ല, വെള്ളം പറ്റുന്നില്ല എന്നല്ല. ഇപ്പോൾ ഞാൻ മണ്ണ് കുടിക്കല്ല, ഞാൻ കോരി കുടിക്കാൻ. നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാണുന്നു ചേട്ട ഇതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അവർ വന്ന് ഇവിടെ താത്തി വെക്കും. അന്നേരം കുറേ സമയത്ത് അപ്പുറം നമ്മൊന്നും കാണും, ഇങ്ങോട്ട് വരില്ല. അപ്പോൾ വരുന്ന വരില്ല അങ്ങോട്ട്. ആടുന്ന് വെള്ളമെല്ലാം കൂടി കോരി കുടിച്ച് അവർ ചുറ്റും വന്ന് പോവും. അതുപോലെ വെണ്ണയും കൊണ്ടില്ലേ, എണ്ണയെ താഴെ വെച്ചിട്ട് അങ്ങനെ ഒരാൾ വന്നാൾ നമ്മളെല്ലാം കൊണ്ട് ഇവിടെ വരും. നമ്മളടുത്ത് അധികം ആൾ പൈസ തരും, അവിടെ വണ്ണത്തിന് കൊണ്ടുവിടും. വികസനത്തിന്റെ പേരിൽ കുന്നും മലയും കാടും പുഴയും ഇല്ലാതാകുമ്പോൾ ദേവിയുടെ കാലിനാൽ രൂപപ്പെട്ട ഈ കുടിനീരിനെ പുണ്യാഹം പോലെ സംരക്ഷിക്കുമെന്ന ഉറപ്പാണ് ഇവർ നൽകുന്നത്. ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഏതുമാവട്ടെ, ഇത്തരം തെളിനീരുറവകൾ സംരക്ഷിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. അത്തൂട്ടിയിൽ നിന്നും ക്യാമറാമാൻ വിഷ്ണു മനോജിനൊപ്പം മനോജ് ചെറുപുഴ, നെറ്റ്വർക്ക് ന്യൂസ്. കൈതപ്രത്തിന്റെ നാട്ടുവഴികൾ പിറവിയെടുത്ത ഗാനങ്ങൾക്ക് 40 വയസ്സ്.
സംഗീതരംഗത്ത് 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ ആദരിക്കാൻ ഒരുങ്ങി ജന്മനാട്. കൈതപ്രം പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരം വെള്ളിയാഴ്ച നടക്കും. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നോളെ ചെമ്മാനപ്പൂമുറ്റം നിറയെ. പ്രിയമുള്ളവരെ, നിങ്ങൾ സ്നേഹത്തിന്റെ അതിമധുരമാകുക. അതാവശ്യമുള്ള ഉറുമ്പുകൾ ഇഷ്ടത്തോടെ അരികിലെത്തും. ക്ഷണമൊന്നും വേണ്ട. മലയാളത്തിന്റെ പ്രിയ ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സോഷ്യൽ മീഡിയയിലെ തന്റെ പേജ് ആരംഭിക്കുന്നത് ഈ വാചകങ്ങൾ ഉദ്ധരിച്ചാണ്. കഴിഞ്ഞ 40 വർഷം നീണ്ട സംഗീതയാത്രയിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പിന്തുടർന്നതും ഈ വാചകങ്ങൾ തന്നെ. മനോഹരമായ തന്റെ വരികളിലൂടെ ആസ്വാദകരെ തന്നിലേക്ക് ആകർഷിക്കുകയായിരുന്നു കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഏതേതോ കഥയിൽ ചരയുവിലൊരു ചുടുമിഴി നീക്കണമായി ഞാൻ. ഏതേതോ കഥയിൽ. കണ്ണൂർ ജില്ലയിലെ കൊച്ചു ഗ്രാമമായ കൈതപ്പുറത്ത് നിന്ന് ആരംഭിച്ച ഈ യാത്രയ്ക്ക് കരുത്തായതും ഇത്തരം തീരുമാനങ്ങളും ചിന്തകളും തന്നെയാണ്. മലയാളത്തിന് മെലഡിയുടെ വസന്തം ഒരുക്കിത്തന്നു കൈതപ്പുറം രവീന്ദ്രൻ മാസ്റ്ററുമായും ജോൺസൺ മാഷുമായും ഒക്കെ ചേർന്ന് സൃഷ്ടിച്ച പാട്ടുകൾ. അവയൊക്കെ തന്നെയും അതേ മധുരത്തോടെയാണ് ഇന്നും മലയാളികൾ നുകരുന്നതും. ഇതിനിടയിൽ തൻ്റെ ബാല്യത്തെയും കൗമാരത്തെയും സമ്പുഷ്ടമാക്കിയ നാടും നാട്ടുകാരുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ വരികളിലെ നിത്യസാന്നിധ്യവുമായി. ജാസി ഗിഫ്റ്റിൻ്റെ കൂടെ മലയാള ഗാനശാഖയിലെ പുത്തൻ പരീക്ഷണത്തിനും കൈതപ്പുറം മുതിർന്നുവെന്നത് ഈ പ്രതിഭയുടെ വൈവിധ്യത്തെയാണ് പ്രകടമാക്കിയത്. ആയിരത്തി 1970 കൈതപ്പുറം കവിത ഗാനരചനാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. നരേന്ദ്രപ്രസാദിന്റെ നാട്യഗൃഹം എന്ന നാടകത്തിൽ നടനും സംവിധായകനുമായി. 85 പ്രദർശനത്തിനെത്തിയ ഫാസിൽ ചിത്രം എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഗാനരചന നടത്തിയത്. ഇതിലെ ദേവദുന്ദുഭി സാന്ദ്രലയം എന്ന ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാസോപാനരാഗലയം. പിന്നീട് നിരവധി ചിത്രങ്ങൾക്കും ഗാനരചന നടത്തി. 400-ൽ പരം ചിത്രങ്ങൾക്ക് ഇദ്ദേഹം ഗാനരചന നിർവഹിച്ചു. ഗാനരചനയ്ക്ക് പുറമെ സോപാനം എന്ന ചിത്രത്തിന് തിരക്കഥയും രചിച്ചു. കൂടാതെ സ്വാതി തിരുനാൾ, ആര്യൻ, ഹിസൈനസ് അബ്ദുള്ള, ഭരതം, ദേശാടനം തുടങ്ങി 20-ൽ പരം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. 1993 പൈതൃകത്തിലെ ഗാനരചനയ്ക്കും 96-ൽ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ ഗാനരചനയ്ക്കും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. നാടക ഗാനരചനയ്ക്കും 2 തവണ സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയിട്ടുണ്ട് കൈതപ്രം. കളിയാട്ടം, തട്ടകം, എന്നു സ്വന്തം ജാനകിക്കുട്ടി തുടങ്ങി 20ഓളം ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനവും നിർവഹിച്ചു. 96-ൽ ദേശാടനം എന്ന ചിത്രത്തിലൂടെ മികച്ച സംഗീത സംവിധായകനായി. കർണാടക സംഗീത രംഗത്തെ സംഭാവനകളെ മാനിച്ച് തുളസീവന പുരസ്കാരം ലഭിച്ചു. തീച്ചാമുണ്ടി, കൈതപ്പുറം കവിതകൾ എന്നീ കവിതാ സമാഹാരങ്ങളും ഇദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. കൈതപ്പുറം എന്ന കൊച്ചുഗ്രാമത്തെ പ്രശസ്തിയുടെ പടവുകൾ കയറ്റിയ തങ്ങളുടെ പ്രിയ കലാകാരനെ ആദരിക്കാൻ ഒരുങ്ങുകയാണ് കൈതപ്പുറം ഗ്രാമം. കൈതപ്പുറം പൊതുജന വായനശാല ഗ്രന്ഥാലയം വജ്രജൂബിലി ആഘോഷ ഭാഗമായി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കുള്ള ആദരം ഏപ്രിൽ 5 വെള്ളിയാഴ്ച വൈകുന്നേരം ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ് നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTB റോഡിൽ വീണ്ടും വാഹനാപകടം. മണ്ടൂർ വില്ലേജ് ഓഫീസിനു മുന്നിൽ നിയന്ത്രണം വിട്ട മിനി ലോറി മറിഞ്ഞു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ടൂർ വില്ലേജ് ഓഫീസിന് മുന്നിലാണ് നിയന്ത്രണം വിട്ട മിനി ലോറി മറിഞ്ഞത്. ലോറിയിൽ നിന്നും ഓയിൽ പരന്നതിനാൽ ഇരുചക്ര വാഹനക്കാർക്ക് പരിക്കും പറ്റി.
വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം. KL40 Q79 53 നമ്പർ മിനി ലോറിയാണ് നിയന്ത്രണം വിട്ട് റോഡിൽ മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം പ്രദേശത്ത് ഗതാഗത തടസ്സവുമുണ്ടായി. മറിഞ്ഞ മിനി ലോറിയിൽ നിന്നും ഓയിൽ പരന്നത് അപകടക്കെണിയൊരുക്കി. ഇരുചക്രവാഹനക്കാർ അപകടത്തിൽപ്പെട്ടു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി വെള്ളം ഉപയോഗിച്ച് റോഡിലെ ഓയിൽ കഴുകിക്കളഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കുന്നരു ചെരിച്ചിലിൽ കുടിവെള്ള വിതരണ ലോറി മറിഞ്ഞു. ഡ്രൈവറും സഹായിയും രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു കുടിവെള്ളവുമായി വന്ന ലോറി മറിഞ്ഞത്. ഏഴിമല പരുത്തിക്കാട് കോളനി നിവാസികൾക്ക് കുടിവെള്ളം കിട്ടാതായിട്ട് ഏകദേശം 1 മാസക്കാലമായി. നിരവധി പരാതികൾക്കൊടുവിലാണ് കുന്നരുവിൽ നിന്നും കുടിവെള്ളം എത്തിക്കാനായി പഞ്ചായത്ത് തീരുമാനിച്ചത്. കുടിവെള്ള വിതരണം തുടങ്ങിയ ദിവസം തന്നെയാണ് അപകടം സംഭവിച്ചതും. KL60C 2189 ലോറിയാണ് നിയന്ത്രണം വിട്ട് കുന്നിനു മുകളിൽ നിന്നും താഴേക്ക് മറിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എന്നാൽ വെള്ളത്തിന്റെ ടാങ്ക് പൂർണ്ണമായും തകർന്നു. പുതിയങ്ങാടി ഫിഷറീസ് ആശുപത്രിക്ക് സമീപത്തെ പഴയ കെട്ടിടം ആശുപത്രിയിലെത്തുന്നവർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. കെട്ടിടം പൊളിച്ചുമാറ്റണം എന്ന ആവശ്യം ശക്തം. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ചികിത്സ തേടിയെത്തുന്ന പുതിയങ്ങാടി ഫിഷറീസ് ആശുപത്രിക്ക് സമീപമാണ് തകർന്നു വീഴാറായ ഈ കെട്ടിടം. കാലപ്പഴക്കത്താൽ കെട്ടിടം ഭാഗികമായി തകർന്നിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഇവിടം സാമൂഹ്യവിരുദ്ധരുടെ താവളം കൂടിയാണ്. തെരുവുനായ ശല്യം രൂക്ഷമാണ്. തകർന്നു വീഴാറായ ഈ കെട്ടിടം പൊളിച്ചുമാറ്റണമെന്ന് അധികൃതരോട് നാട്ടുകാർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും സാങ്കേതികതയുടെ പേരിൽ ഒഴിഞ്ഞുമാറുകയായിരുന്നു. ഫിഷറീസ് വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കെട്ടിടവും സ്ഥലവും. കെട്ടിടത്തിന് സമീപത്തുകൂടിയാണ് ആളുകൾ സഞ്ചരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കെട്ടിടം പൊളിച്ചുമാറ്റാൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വേനലിന്റെ കാഠിന്യം കൂടി വരുന്നു. ജലക്ഷാമം രൂക്ഷമായി തുടങ്ങി. മാതമംഗലം ചരൽപ്പള്ള നിവാസികൾ കുടിവെള്ളത്തിനായി പരക്കം പായുകയാണ്. തീവെയിലേറ്റ് ജീവജാലങ്ങൾ തന്നെ പൊള്ളി വീഴുമ്പോൾ കുടിവെള്ളത്തിന്റെ കാര്യം പറയാനില്ല. മാതമംഗലം ചരൽപ്പള്ളയിലെ കിണറുകളിലെല്ലാം നനവ് മുഴുവനും വറ്റി ഉണങ്ങി വരേണ്ട ചപ്പുചവറുകൾ മാത്രം. കുന്നിൻ പ്രദേശമായതിനാൽ വരൾച്ചാ ഭീഷണി എന്നും നേരിടുന്നവരാണ് ഇവിടുത്തുകാർ. പക്ഷേ ജലക്ഷാമം അറിയാത്ത വിധം പഞ്ചായത്ത് ഇവരെ സഹായിക്കാറുണ്ട്. എരമംകുറ്റൂർ പഞ്ചായത്തിന്റെ പൊതുകിണറാണ് ഇവർക്ക് ആശ്വാസം. പക്ഷേ ഇത്തവണത്തെ വേനലിൽ അതിലും വലിയ പ്രതീക്ഷയില്ല. വറ്റാറായി നിറം മങ്ങിയ വെള്ളം അരിച്ചെടുത്താണ് സമീപത്തെ കുടുംബങ്ങൾ ഉപയോഗിച്ചു വരുന്നത്. ഈ കിണറിനെ ആശ്രയിച്ചു കഴിയുന്ന പരിസരവാസികൾക്ക് എത്ര നാൾ ഈ വെള്ളം ഉപയോഗിക്കാനാകുമെന്ന് അറിയില്ല. ഇത്ര വരെ നമുക്ക് വണ്ടിയിൽ വെള്ളം കൊണ്ട് തരുന്നുണ്ട്. പിന്നെ തീരെ മഴ കുറയുമ്പം വെള്ളം തീരെ കുറയുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ ഭാഗത്ത്. പുഴയിലും വെള്ളം കുറവാണ്. അതുകൊണ്ട് പിന്നെ ഈ ഭാഗത്ത് തന്നെ വെള്ളം കുറവാണ്. പിന്നെ ടാങ്കി കൊണ്ടുവച്ചു അതിലേക്ക് വെള്ളം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പഞ്ചായത്തിൻ്റെ അവർ ചെയ്യുന്നില്ല എന്നല്ല, അവരെ കഴിവിൻ്റെ പരമാവധി അവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വിഷമം എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളമില്ലാത്തതിൻ്റെയാണ്. അതിപ്പോൾ അവരെ ഭാഗത്തുനിന്ന് ഇല്ല സഹായം തേച്ചുണ്ട്, എന്നിട്ടും നമുക്ക് വെള്ളം എത്തുന്നില്ല. തൊട്ടടുത്ത് തന്നെ പഞ്ചായത്ത് കുഴൽക്കിണറും നിർമ്മിച്ചു നൽകി. പക്ഷേ അതിൽ വെള്ളം കിട്ടിയില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടുത്തുകാർക്കായി പഞ്ചായത്ത് കുടിവെള്ള വിതരണം നടത്തിയിരുന്നു. പക്ഷേ ഇത്തവണത്തെ കൊടിയ വേനലിൽ സമീപത്തെ ജലസ്രോതസ്സുകളെല്ലാം വരൾച്ചാ ഭീഷണിയിലാണ്. പഞ്ചായത്തു കിണറിലെ വെള്ളം ശുചീകരിക്കുകയാണെങ്കിൽ ഇവർക്ക് അല്പം കൂടി ആശ്വാസമാകും. വരാനിരിക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളെ എങ്ങനെ നേരിടുമെന്നറിയാതെ ഉഴലുകയാണ് ചരൽപ്പള്ള നിവാസികൾ. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പഴയങ്ങാടി മേഖലയിൽ വെരുകുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. ശക്തമായ ചൂടാണ് വെരുകുകളുടെ നാശത്തിന് ഇടയാക്കുന്നത്. പഴയങ്ങാടി വെങ്ങരയിലും ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിലും വെരുകുകൾ ചത്ത നിലയിൽ കണ്ടെത്തി. ഉരകവർഗത്തിൽപ്പെടുന്ന വംശനാശം നേരിടുന്ന വെരുകുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. വെങ്ങര മൃഗാശുപത്രിക്ക് സമീപമാണ് 2 വെരുകുകൾ ചത്ത നിലയിൽ പുലർച്ചെയോടെ കണ്ടെത്തിയത്. 2 ദിവസം മുൻപ് മാടായിപ്പാറയിൽ വെരുകുകൾ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ഉരകവർഗത്തിൽപ്പെട്ട ഇവ രാത്രികാലങ്ങളിലാണ് സാധാരണഗതിയിൽ ഇരതേടിയും വെള്ളത്തിനായും ഇറങ്ങാറ്. എന്നാൽ കൊടും ചൂടിൽ പകൽ സമയം ഇരതേടി ഇറങ്ങിയതാണ് മരണത്തിന് കാരണമെന്നാണ് അനുമാനം. കൊടുംചൂടിൽ മനുഷ്യന് സംഭവിക്കുന്നത് പോലെയുള്ള നിർജ്ജലീകരണം പക്ഷിമൃഗാദികൾക്കും ഉരകങ്ങളിലും സംഭവിക്കുന്നതിന്റെ ഭാഗമായാണ് വെരുകുകൾ ചത്തൊടുങ്ങുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ലെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചൂട് വർദ്ധിച്ചതോടെ പഴവർഗ്ഗങ്ങൾക്ക് ആവശ്യക്കാരേറെ. ടൺ കണക്കിന് പഴവർഗ്ഗങ്ങളാണ് മാർക്കറ്റുകളിലും ചില്ലറ കടകളിലും വിറ്റഴിയുന്നത്.
ചൂട് വർദ്ധിച്ചതോടെ പഴവർഗ്ഗങ്ങളുടെ ഉപയോഗവും ഇരട്ടിയായിരിക്കുകയാണ്. ദിനംപ്രതി ടൺ കണക്കിന് പഴവർഗ്ഗങ്ങളാണ് കടകളിലും മറ്റും വിറ്റഴിയുന്നത്. ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ, ചെറുപഴം, പൈനാപ്പിൾ, സപ്പോട്ട, നീർമാതളം തുടങ്ങി എല്ലാതരം പഴവർഗ്ഗങ്ങൾക്കും ആവശ്യക്കാർ ഇപ്പോൾ ഏറെയാണ്. ചൂട് കൂടിയതോടെ ചില്ലറ വിൽപ്പന കടകളിലും പഴങ്ങൾക്ക് വൻ ഡിമാൻഡാണ് അനുഭവപ്പെടുന്നത്. അതേസമയം തണ്ണിമത്തന് ആവശ്യക്കാർ ഏറിയതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ ഇവ ഇറക്കുമതിയും ചെയ്യുന്നുണ്ട്. ചൂടിനെ പ്രതിരോധിക്കാൻ പഴവർഗ്ഗങ്ങൾ കഴിക്കണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശവും കൂടിയായതോടെ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ ക്രമാതീതമായി കൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാനും വെള്ളം കൊണ്ടു നടക്കാനും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളൊരു നാരങ്ങയൊക്കെ ക്ലാസ്സിൽ പോകുന്ന സമയത്തൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്കത് വളരെ ഹെൽപ്ഫുള്ളായിട്ടിരിക്കും അല്ലേ. അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് വാട്ടർ ഇൻടേക്ക് പോലെ ഇരിക്കുമ്പോൾ അത് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കും. അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് പൊതുവേ വേനൽക്കാലത്ത് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലത്. ഒരു നെല്ലിക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. മറ്റ് പഴവർഗ്ഗങ്ങൾക്കൊന്നും വിലയിൽ വർധനവില്ലെങ്കിലും തണ്ണിമത്തൻ്റെ വിലയിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കിലോയ്ക്ക് 8 രൂപയുണ്ടായിരുന്നതിന് ഇപ്പോൾ വില 20 രൂപ വരെ എത്തിയിരിക്കുകയാണ്. നാഗ്പൂരിൽ നിന്നുള്ള ഓറഞ്ചിന് ആവശ്യക്കാരേറെയാണ്. 60 മുതൽ 70 രൂപ വരെയാണ് 1 കിലോ ഓറഞ്ചിൻ്റെ വില. മഹാരാഷ്ട്രയിൽ നിന്നും എത്തുന്ന കുരുവില്ലാത്ത മുന്തിരിക്ക് കിലോക്ക് 100 രൂപ വരെയാണ് വില. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ആപ്പിളിനും ചൂടുകാലത്ത് ആവശ്യക്കാർ കൂടിയിട്ടുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ന്യൂസിലാൻഡ്, ഫ്രാൻസ്, ഇറ്റലി, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെയ്നർ ആപ്പിളാണ് ദിനംപ്രതി എത്തുന്നത്. പൈനാപ്പിളിനും ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. 2.5 മാസം മുമ്പ് കിലോക്ക് 10 രൂപയുണ്ടായിരുന്ന പൈനാപ്പിളിന് ഇപ്പോഴത്തെ വില 35 രൂപയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തെരുവിൽ അലയുന്ന പശുവിന്റെ വയറ്റിൽ നിന്നും പശുക്കുട്ടി ചത്തതോടെ അപകടനിലയിലായ പശുവിന് ജീവൻ തിരിച്ചു നൽകി പയ്യന്നൂരിലെ വെറ്റിനറി ഡോക്ടർമാർ. പഴയങ്ങാടി വാടിക്കൽ കടവിന് സമീപം 2 ദിവസമായി അനാഥമായി കിടന്നിരുന്ന പശുവിനാണ് പ്രദേശവാസിയുടെ കാരുണ്യത്താൽ ജീവൻ തിരിച്ചു കിട്ടിയത്. കഴിഞ്ഞ ദിവസം രാത്രി മുതലേ പശുക്കുട്ടിയുടെ തല പുറത്തു വന്ന നിലയിലായിരുന്നു. പ്രസവം നടക്കാതെ അലഞ്ഞു തിരിയുന്ന പശുവിൻ്റെ ദയനീയാവസ്ഥ കണ്ട സമീപത്തെ ഷിനു വിളയാങ്കോട് എന്ന യുവാവാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. പയ്യന്നൂർ വെറ്റിനറി ആശുപത്രിയിലെ ഡോക്ടർമാരെ എത്തിക്കുകയും ചെയ്തു. മണിക്കൂറുകളോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെ ചത്ത പശുക്കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. കുട്ടിയെ പുറത്തെടുത്തതോടെയാണ് മരണത്തിൽ നിന്നും പശു രക്ഷപ്പെട്ടത്. പയ്യന്നൂർ വെറ്റിനറി ആശുപത്രിയിലെ ഡോക്ടർ ശേതൻ, അറ്റൻഡർ ഷൈജു എന്നിവരാണ് ശസ്ത്രക്രിയ നടത്തിയത്. സുഖം പ്രാപിച്ചു വരുന്ന പശുവിനെ ഷിനു വിളയാങ്കോടിന്റെ പരിചരണത്തിലാണ് ഇപ്പോൾ. അലഞ്ഞുതിരിയുന്ന കന്നുകാലികളുടെ എണ്ണം മാടായി വാടിക്കൽ കടവ് ഭാഗങ്ങളിൽ അടുത്തിടെ വർദ്ധിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് ഇതിനെതിരെ ശക്തമായി നടപടിയെടുക്കാത്തതും ഇത്തരം സംഭവങ്ങൾ വ്യാപിക്കാനിടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സെന്റ് പോൾസ് AUP സ്കൂളിന് പുതുതായി നിർമ്മിക്കുന്ന ബഹുനില മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. 10 സ്മാർട്ട് ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല നിർവഹിച്ചു. ഈ കെട്ടിട നിർമ്മാണത്തിൽ സഹകരിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കൃപകളാൽ നിറയ്ക്കുകയും അങ്ങയുടെ അനുഗ്രഹം ഇവരോടൊപ്പം എപ്പോഴും ഉണ്ടാകുകയും ചെയ്യണമേ. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് രൂപത കോർപ്പറേറ്റ് മാനേജർ ക്ലാരൻസ് പാരിയത്ത് അധ്യക്ഷനായി. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് തണ്ണിക്കോട്ട്, രൂപത കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്റർ KP മോഹനൻ, PTA പ്രസിഡന്റ് KV ശങ്കരൻ, വൈസ് പ്രസിഡന്റ് ഖാദർ പാണ്ഡ്യാല, മുഖ്യ അധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, സീനിയർ അസിസ്റ്റന്റ് PU സുമതി, സ്റ്റാഫ് സെക്രട്ടറി MTP ഷഹീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷ ഭാഗമായി കഴിഞ്ഞ വർഷം നിർമ്മിച്ച 23 സ്മാർട്ട് ക്ലാസ് മുറികൾക്ക് പുറമെ പുതുതായി 2 നിലകളിൽ 10 ക്ലാസ് മുറികളാണ് നിർമ്മിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി കഴിഞ്ഞ 3 വർഷവും ഏറ്റവും കൂടുതൽ 1-ാം ക്ലാസ്സുകാർക്ക് പ്രവേശനം നൽകുന്ന കാസർഗോഡ് റവന്യൂ ജില്ലയിലെ സ്കൂളിനുള്ള അംഗീകാരം തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിനാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മലയാള മനോരമയും നിക്ഷാൻ ഇലക്ട്രോണിക്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പയ്യന്നൂർ ഫെസ്റ്റിന് തുടക്കമായി. 10 നാളുകളിലായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. 2017 മലയാള മനോരമ പയ്യന്നൂരിൽ വിജയകരമായി സംഘടിപ്പിച്ച പയ്യന്നൂർ ഫെസ്റ്റിന് ശേഷം 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിപുലമായ സ്റ്റാളുകളുമായി ഫെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. മാംഗോ ഫെസ്റ്റ്, കാർഷികമേള, കുടുംബശ്രീ ഭക്ഷ്യമേള, ഫോട്ടോ പ്രദർശനം, കുട്ടികൾക്കായുള്ള അമ്യൂസ്മെന്റ് എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പായസ മത്സരം, കേക്ക് നിർമ്മാണ മത്സരം, അച്ചാർ നിർമ്മാണ മത്സരം തുടങ്ങിയവയും നടക്കും. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു.
വിഷു വരെ നീണ്ടു നിൽക്കുന്ന ഈ ഫെസ്റ്റിവലിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിക്കാൻ, ഒന്നിക്കാൻ, സന്തോഷം പങ്കുവെക്കാൻ, അവർക്കാവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കാൻ ഒക്കെ കഴിയുന്ന ഒരു നല്ല ഫെസ്റ്റിവലായി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KU വിജയകുമാർ, P വിജയൻ, KT സഹദുള്ള, KV ബാബു, PP ദാമോദരൻ തുടങ്ങി നിരവധി പേർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പ്രദർശന സമയം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഇനി മാറ്റൊലി. കോഴിക്കോട് UDF സ്ഥാനാർത്ഥിയും MP-യുമായ MK രാഘവനെതിരായ കോഴ വിവാദത്തോടുള്ള പ്രേക്ഷകരുടെ പ്രതികരണങ്ങളാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. കോടിക്കണക്കിന് രൂപയുടെ ചർച്ച ഏതെങ്കിലും ഒരു MP ചർച്ച ചെയ്യുന്നു പറഞ്ഞാൽ അത് ഇന്നത്തെ പരിസ്ഥിതിയിലും ഈ കാലാവസ്ഥയിലും മീഡിയയുടെ ഇത്രമാത്രമുള്ള പ്രചരണത്തിലും നടക്കുന്ന കേസല്ല. വെറും രാഹുൽ ഗാന്ധി വരുമ്പോൾ ഒരു പുകമറ സൃഷ്ടിക്കുവാനും അതിലൂടെ MKRനെ തേജോവധം ചെയ്യുവാനുമാണ് ഈ ഒരു വിവാദമുണ്ടാക്കിയത്. അത് BJPയുടെ കളിയാണ്. അതിന് ചാനൽ പൂർണ്ണമായും BJPയുടെ നിയന്ത്രണത്തിലുള്ളതാണ് എന്നുള്ളതാണ് സത്യം. ഈ രാഘവൻ്റെ കോഴിക്കോട് MP രാഘവൻ്റെ ഈ കോഴപ്പണമായിട്ട് ഇപ്പോൾ TV-യിലൊക്കെ കണ്ടു. അതെന്തോ അതിനൊരു സത്യാവസ്ഥ ഇല്ലാണ്ട് അതുണ്ടാവും തോന്നില്ല. അയാൾ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ എന്താണ് അതിൻ്റെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാണ്ടത് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് വരുമോ, അതൊന്നും അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രിയങ്ക ഗാന്ധിക്കും പ്രമുഖ നേതാക്കൾക്കുമൊപ്പമെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. പുതിയങ്ങാടി ഫിഷറീസ് ആശുപത്രിക്ക് സമീപത്തെ പഴയ കെട്ടിടം ആശുപത്രിയിലെത്തുന്നവർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. കെട്ടിടം പൊളിച്ചു മാറ്റണം എന്ന ആവശ്യം ശക്തം. കേരളത്തിലെ ഇടതുപക്ഷം അഹങ്കാരികളുടെയും അക്രമികളുടെയും പാർട്ടിയായി മാറി എന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോൺ. ഇടതുപക്ഷത്തിന് ഇക്കുറി ജനം കനത്ത തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം. വേനൽ ചൂടിൽ വെന്തുരുകി നാട്. കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടി ജനങ്ങൾ. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാതെ അധികൃതരും. നെറ്റ്വർക്ക് വാർത്താ പരമ്പര തുടരുന്നു. കുടിനീര് തേടി. കൈതപ്രത്തിന്റെ നാട്ടുവഴികൾ പിറവിയെടുത്ത ഗാനങ്ങൾക്ക് 40 വയസ്സ്. സംഗീതരംഗത്ത് 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കുള്ള ജന്മനാടിന്റെ ആദരം വെള്ളിയാഴ്ച. നെറ്റ്വർക്ക് വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.